ഹലോ, ഞാൻ റെഡി. കൊറേ നേരം എന്നെ കാണാനായോ? കൃഷ്ണനെ പറ്റി 2 വാക്ക്. ഞാനെന്ത് പെയ്മാതിരി അതെന്നെയൊക്കെ പറയാ, വേറെ ഒന്നായിരിക്കില്ല പറയാ. എളുപ്പത്തിൽ പറയാൻ ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഭയങ്കര ഷീസ് ലൈക്ക് വെൻ ഷീ വാക്സ് ഇൻ ടു റൂം ഷീസ് ദ ലൈഫ് ഓഫ് എൻ ഇവന്റ്. ലൈറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് പുള്ളിക്കാരിയുടെ. എന്നെ കാണാൻ ആൾക്കാർക്ക് ഇങ്ങനെ അയ്യോ കല്യാണപ്പെണ്ണ് എവിടെ അങ്ങനെയല്ലേ സാധാരണ ഉണ്ടാവണ്ടേ? അല്ലേ അല്ലേ? ആനു വായോ, ആനു വാ. വരട്ടെ. പുറത്തുനിന്ന് കാണുമ്പോൾ ഇമ്മച്യൂരിറ്റിയൊക്കെ തോന്നുന്ന ആള് ശരിക്കും ഹൈലി മെച്ചുവർ ആണ് വെൻ ഇറ്റ് കംസ് ടു അവർ ഓൺ സ്പേസ്. ഞാൻ റെഡിയാ. തിരി പെണ്ണവിടെ പോയി വേറെ ഞാനിപ്പോ പൊണ്ണ് പേമായിരിക്കുന്നു. കൊള്ളാം രസം. ഇല്ലല്ല രസം. എന്താ വെച്ചാൽ കൂടുതൽ അങ്ങനെ ഒരുങ്ങലൊന്നുമില്ല, വളരെ സിമ്പിളാ, ഒന്നും ചെയ്യില്ല. അപ്പോൾ അത് ഇന്നത്തെ മേക്കോവറായാലും ഭയങ്കര ചേഞ്ചായി തോന്നി, നല്ല ഭംഗിയായി തോന്നി. പിന്നെ സങ്കടമായി കണ്ടിട്ട്. അരികെ നീയരുമയായി അഴകോലും ഞങ്ങളെ അത്രയും മനസ്സിരുത്തി അല്ലെങ്കിൽ ആക്കിയിട്ട് ബാക്കി കൊണ്ടുവന്ന മോളാണ്. അപ്പോൾ ഒരു നല്ലൊരു കാര്യമാണെങ്കിലും എല്ലാം നല്ലതാണെങ്കിലും ഒരു പെട്ടെന്നുള്ളൊരു ഇതല്ലേ, നമ്മളൊരു ചേഞ്ച് അല്ലേ മാറുപാടുന്ന. ഇപ്പോൾ പോകുമല്ലോ എന്നുള്ള ഒരു വിഷമാണ് കൂടുതൽ. ഇപ്പം ഇറങ്ങൂലേ? എങ്ങനെയുണ്ട്? തിളങ്ങുന്നു, സുന്ദരിയായിരുന്നു. ഇറങ്ങി ഇങ്ങനെയൊക്കെ ചെയ്യും, പൊട്ടിക്ക് ഇങ്ങനെ അഴകോലും മോഴിയാളെ പടർന്നാടായി ഇളമതിലിപിയാളായി ഉയിരിൽ നീയുരുവായി. ഞാൻ എത്തി കല്യാണം കഴിക്കാൻ. അവസാനം ഞാൻ മൂപ്പരോട് പറഞ്ഞതാ ഞാൻ കെട്ടാൻ വരുന്നത്. രക്ഷിക്കണായിരുന്നു. കാത്തോളനല്ലേ എന്നെ രക്ഷിക്കണം. ആ ഒരു മൊമെന്റ് പെട്ടെന്ന് എത്തി എന്ന് പറയുമ്പോഴത്തേക്കുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കുറേ ഇമോഷൻസ് ഫ്ലോ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ടൈം, ആ ഒരു മൊമെന്റ്. പിന്നെ ചുറ്റുമുള്ളവരുടെ റിയാക്ഷൻസ് ജസ്റ്റിഫൈസ് ദാറ്റ് ഇമോഷൻസ് വെർ ഹൈ. ഹാപ്പിനെസ് ആണ്, ഓവറോൾ ഒരു ഹാപ്പിനെസ് ആണ്. പവനജ സ്തുതി പാത്ര പാവന ചരിത്ര പവനജ സ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവരനേത്ര രമണീയ ഗാത്ര പവനജ സ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവരനേത്ര രമണീയ ഗാത്ര സീതാ കല്യാണ കഴിഞ്ഞു അറിഞ്ഞോ? എത്ര പെട്ടെന്ന് കല്യാണമായിട്ട് എന്താ ഫീൽ എന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പെട്ടെന്ന് അങ്ങ് ഇമോഷണൽ ആയിപ്പോയി, അതാണ് ഫീൽ ചെയ്തത്. എല്ലാവരും
ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണല്ലോ മക്കളുടെ കല്യാണം എന്ന് പറയുമ്പോൾ. ഇവിടെ ഒരാൾ കരഞ്ഞു, പറഞ്ഞിട്ട് ഒരാൾ കരഞ്ഞു. അപ്പം അത് മണ്ടാത്തി കയറുന്നവരെ എനിക്ക് ആ ഒരു ഫീല് തോന്നിയില്ല. പക്ഷെ അവിടെ കയറിയപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. തൊഴു കടലും തൊഴു. എന്നെ കൂടെ ഉണ്ടാവണേന്ന് പറഞ്ഞപ്പോ ഒരു കാറ്റടിച്ചു. സത്യോ നീ കണ്ടില്ല അത്? ഞാൻ നീ മാത്രമേ കണ്ടുള്ളൂ. ശരിക്കും കിട്ടി. ഇവിടുന്ന് ഒരു തഴകളുണ്ടായിരുന്നു. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ஆசை முகம் குழலாக பாவை தவம் உனக்காக. കിച്ചുവിനെ പറ്റി പറഞ്ഞാല് ഭയങ്കര ടോംബോയ് ആണ്, പക്ഷെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. എനിക്കിപ്പോഴും ആ ഒരു ഫീലില്ല അവള് കല്യാണം കഴിച്ചു എന്നുള്ള ഒരു ഫീല്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ എവർ കം. ഷീൽ ബി ഓൾവേസ് മൈ ലിറ്റിൽ സിസ്റ്റർ ഫോർഎവർ. കല്യാണം കഴിച്ച എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് മുന്നേ കല്യാണം കഴിഞ്ഞായിരുന്നു. ഹായ് ഹസ്ബൻഡ്. ബൈ ബൈ. പെണ്ണിനെയും കിട്ടി, കല്യാണം കഴിഞ്ഞു, പെണ്ണിനെ അങ്ങനെ ഏത് വേറൊരു ഡയലോഗ് ഇല്ലേ, എന്തോര് കിട്ടി എന്തോന്ന് പറഞ്ഞിട്ട് അതന്നെ. നമുക്കത് മാറ്റി പെണ്ണിട്ടിലാക്കിയാലോ? രണ്ട് തുള്ളലിങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടി.